കോൺഗ്രസിനെ അടിമുടി വിറപ്പിച്ച കണ്ണൂരിലെ ആ സിംഹഗർജനം ഒടുവിൽ ശാന്തമാകുകയാണ്. കണ്ണൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനിറങ്ങിയ സുധാകരനെ ആ തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിച്ചത് സീനിയർ നേതാവ് AK ആന്റണിയും രമേശ് ചെന്നിത്തലയും ചേർന്നാണ്. എത്രയും പെട്ടെന്ന് വിഷയത്തിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചിരുന്നു. സുധാകരനെ കണ്ണൂരിൽ മത്സരിപ്പിക്കണമെന്ന നിലപാടായിരുന്നു രമേശ് ചെന്നിത്തല സ്വീകരിച്ചത്. സുധാകരൻ മത്സരിക്കുന്നത് കണ്ണൂരിൽ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലും ഗുണം ചെയ്യുമെന്ന് രമേശ് ചെന്നിത്തല രാഹുൽ ഗാന്ധിയെ അറിയിക്കുകയും ചെയ്തു. ഇനിയും തീരുമാനം എടുക്കുന്നത് വൈകിക്കൂടാ എന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയെങ്കിലും കാത്തിരിക്കാനായിരുന്നു ആ സമയത്ത് രാഹുൽ ഗാന്ധിയുടെ മറുപടി. ഒടുവിൽ സുധാകരനെ മത്സരിപ്പിക്കാൻ തന്നെ കോൺഗ്രസ് തീരുമാനിക്കുകയായിരുന്നു. അതേസമയം സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കരുത് എന്നായിരുന്നു AK ആന്റണി സുധാകരനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചത്. മത്സരിച്ചാൽ UDF പരാജയപ്പെടുമെന്നും ആന്റണി സുധാകരനോട് പറഞ്ഞു. ജീവൻ പണയപ്പെടുത്തി മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ പോരാടിയ ആളാണ് സുധാകരൻ. എന്ത് പ്രയാസമുണ്ടായാലും പാർട്ടി തീരുമാനം അനുസരിക്കണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിരുന്നു എന്നായിരുന്നു സുധാകരനെ കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് AK ആന്റണി നൽകിയ മറുപടി. MP മാർ മത്സരിക്കേണ്ടതില്ല എന്ന ഹൈക്കമാൻഡ് തീരുമാനത്തിന് പിന്നാലെ സുധാകരൻ പാർട്ടിയോട് ഗുഡ് ബൈ പറഞ്ഞിരുന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ അദ്ദേഹം ഫോണിൽ വിളിച്ചു. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് നടക്കൂ, ഞാൻ എന്റെ വഴിക്ക് നടക്കാം എന്നാണ് സുധാകരൻ പറഞ്ഞത്. അതോടെയാണ് കണ്ണൂരിൽ സുധാകരൻ സ്വതന്ത്രനായി മത്സരിച്ചേക്കും എന്ന വാർത്തകളും പുറത്തു വന്നത്. സുധാകരൻ പാർട്ടിയിൽ നിന്നും പടിയിറങ്ങിയാൽ മലബാറിലെ കോൺഗ്രസ് തകരുമെന്ന മുന്നറിയിപ്പാണ് ചെന്നിത്തല നൽകിയത്. രാഹുൽ ഗാന്ധിയുമായി ആന്റണിയും ഏറെ സംസാരിച്ചിരുന്നു. സുധാകരനെ കൂടെ നിർത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കോൺഗ്രസിൽ പിളർപ്പുണ്ടാകുന്നത് ഗുണകരമല്ലെന്ന് ആന്റണി നിലപാട് എടുത്തിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ആന്റണി ബന്ധപ്പെട്ടു. സുധാകരന് സീറ്റ് നൽകണമെന്നും പിടിവാശി കളയണമെന്നും ആവശ്യപ്പെട്ടു. മുതിർന്ന പ്രവർത്തക സമിതി അംഗത്തിന്റെ ഈ ആവശ്യം ഖാർഗെയും അംഗീകരിക്കുകയായിരുന്നു. കണ്ണൂരിൽ സുധാകരൻ അനുകൂലികൾ ഇന്നലെ പന്തംകുളത്തി പ്രകടനവുമായി തെരുവിൽ ഇറങ്ങിയിരുന്നു. സുധാകരന് നിയമസഭാ സീറ്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു DCC പരിസരത്ത് നിന്നും പ്രകടനം സംഘടിപ്പിച്ചത്. കണ്ണേ കരളെ KSA, നമ്മുടെ ഓമന നേതാവേ, അല്ലറ ചില്ലറ നേതാവല്ല, ഇതാണ് നമ്മുടെ നേതാവ്. ഇതൊക്കെയായിരുന്നു അവരുടെ മുദ്രാവാക്യങ്ങൾ. കണ്ണൂരിലെ വാട്സപ്പ് ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ച് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെതിരെ വ്യാപക ആക്രമണമാണ് ഇപ്പോഴും നടക്കുന്നത്. സണ്ണി ജോസഫിന്റെ മണ്ഡലമായ പേരാവൂരിലും നിറയെ സുധാകരൻ അനുകൂല ഫ്ലെക്സുകൾ വന്നിട്ടുണ്ട്. കൊട്ടിയൂർ, ചുങ്കക്കുന്ന് മുതൽ അമ്പായത്തോട് വരെയുള്ള പ്രദേശങ്ങളിൽ 8ഓളം ഫ്ലെക്സ് ബോർഡുകളാണ് സണ്ണി ജോസഫിന്റെ പ്രചാരണ ബോർഡുകൾക്ക് മുന്നിലായി സ്ഥാപിച്ചിട്ടുള്ളത്. നട്ടുനനച്ച് വളർത്തിയവനെ ഇല്ലായ്മ ചെയ്താൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും എന്നാണ് ഫ്ലെക്സുകളിൽ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഒരു കാലത്ത് CPM-നെ ഭയപ്പെട്ട് കഴിഞ്ഞിരുന്ന കോൺഗ്രസുകാർക്ക് ധൈര്യം നൽകി മുന്നിൽ നിന്ന കണ്ണൂരിലെ ഒരേയൊരു നേതാവാണ് സുധാകരൻ എന്നും AK ആന്റണി മാധ്യമങ്ങളോട് പറഞ്ഞു. അടിക്ക് തിരിച്ചടിയാണ് ഏറ്റവും നല്ല പ്രതിരോധം എന്ന നിലപാടെടുത്തിരുന്ന സുധാകരന്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് കണ്ണൂരിൽ ശക്തി വീണ്ടെടുത്തത്.